പൊതുകടത്തിന്റെ പേരിൽ എൽഡിഎഫിനെ കുറ്റപ്പെടുത്തി വോട്ട് വാങ്ങി വിജയിച്ച യുഡിഎഫ് പൊതുകടം ഇരട്ടിയാക്കിയെന്ന് ക്രൈസ്തവ സഭകളുടെ സംയുക്ത മുഖപത്രം. വൻകിട പദ്ധതികളുടെ പേരിൽ കടമെടുത്ത് ഭരണച്ചെലവിനായി ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാവില്ല. സർക്കാർ ജീവനക്കാർക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന നപുംസകങ്ങളാണ് ജനപ്രതിനിധികളെന്നും മുഖപത്രം ആക്ഷേപിക്കുന്നു. യുഡിഎഫ് സർക്കാരിനെയും ധനകാര്യ വകുപ്പിനെയും കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നതാണ് ക്രൈസ്തവ സഭകളുടെ സംയുക്ത മുഖപത്രമായ ലൈറ്റി വോയിസിന്റെ മുഖപ്രസംഗം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് LDFിന്റെ കാലത്ത് പൊതുക്കടം വർദ്ധിച്ചതിനെക്കുറിച്ച് വിലപിച്ച് വോട്ട് നേടിയവരാണ് UDFകാർ. LDF ഭരണകാലത്ത് പൊതുക്കടം 82,000 കോടി രൂപയായെന്ന് നിലവിളിച്ചവർ ഭരണത്തിലേറി 5 വർഷം തികയുന്നതിനു മുമ്പ് പൊതുക്കടം 1,59,000 കോടി രൂപയായി വർദ്ധിച്ചതിന് എന്ത് ന്യായീകരണം നൽകുമെന്ന് മുഖപ്രസംഗം ചോദിക്കുന്നു. കാർഷിക മേഖല തകർന്നടിയുമ്പോഴും സർക്കാർ ചെറുവിരൽ പോലും അനക്കുന്നില്ല. വൻകിട പദ്ധതികളുടെ പേരിൽ കടമെടുത്ത് ഭരണച്ചെലവിനായി ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാവില്ല. ഈ സാഹചര്യത്തിൽ പോലും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുവാൻ സർക്കാർ താൽപര്യം കാട്ടുകയാണെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. ജനദ്രോഹത്തിലൂടെ ലക്ഷങ്ങൾ കിമ്പളം വാങ്ങുന്ന സർക്കാർ ജീവനക്കാർക്ക് മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന നപുംസകങ്ങളാണ് ജനപ്രതിനിധികളെന്നും ലൈറ്റി വോയിസ് കുറ്റപ്പെടുത്തുന്നു. റിപ്പോർട്ടർ, കൊച്ചി.